നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കോർപ്പറേഷനിൽ അറുന്നൂറ്റിമംഗലം ഡിവിഷനിൽ ശാന്താഭവനത്തിൽ രവീന്ദ്രനാഥ് എന്ന അനാഥവൃദ്ധനെ ഗാന്ധിഭവൻ സ്നേഹാലയം ഏറ്റെടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ജോലി രാജിവെച്ച് വിദേശത്തു പോയി വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കി 2 ആൺമക്കളായ അജിത് കുമാർ, അനിൽകുമാർ എന്നിവരെ പഠിപ്പിച്ചു വലുതാക്കിയ പിതാവിനെ മക്കൾ ഉപേക്ഷിച്ചു. ഭക്ഷണത്തിന് പോലും മാർഗമില്ലാതെ വലഞ്ഞ രോഗിയായ ഈ വൃദ്ധൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രോഗപീഠകൾ അനുഭവിച്ചു വരികയായിരുന്നു. ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം മക്കൾ എഴുതി വാങ്ങി ഉപേക്ഷിച്ച നിലയിൽ പരിസരവാസികളുടെ സംരക്ഷണയിലായിരുന്ന വയോവൃദ്ധനെ ഗാന്ധിഭവൻ സ്നേഹാലയം ഏറ്റെടുത്തു. മങ്ങാട് ശാന്താഭവനിൽ PN രവീന്ദ്രനാഥിനെയാണ് ഡിവിഷൻ കൗൺസിലർ TG ഗിരീഷിൻ്റെ നേതൃത്വത്തിൽ സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ സഹായത്തോടെ ഗാന്ധിഭവനിലാക്കിയത്. കരുനാഗപ്പള്ളി സ്വദേശിയായ PN രവീന്ദ്രനാഥ് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ 2 ആൺമക്കൾക്കായി വീതം വെച്ചു നൽകുകയും ശേഷമുണ്ടായിരുന്ന കുടുംബ വീട് വിറ്റ് കിട്ടിയ തുകയിൽ 26 ലക്ഷം രൂപ മുടക്കി മങ്ങാട് അറുന്നൂറ്റിമംഗലത്ത് വീടും സ്ഥലവും വാങ്ങുകയും ശേഷിച്ച തുക ഭാവി ജീവിതം കണക്കാക്കി ബാങ്കിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് പലിശയായി കിട്ടുന്ന 30,000 രൂപ മാസവരുമാനത്തിൽ നിന്ന് വീട്ടിൽ ജോലിക്കാരിയെ നിർത്തി ജീവിച്ചു വരവേ ഇരവിപുരത്ത് താമസിക്കുന്ന മൂത്ത മകൻ തന്ത്രത്തിൽ വീടും സ്ഥലവും മൂത്ത മകൻ്റെ മകളുടെ പേരിൽ ധനനിശ്ചയാധാരം എഴുതി വാങ്ങുകയും ഇതറിഞ്ഞ ഇളയ മകൻ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന തുക പിതാവിൽ നിന്ന് കൈക്കലാക്കുകയും 2 മക്കളും പിതാവിനെ ഉപേക്ഷിക്കുകയുമായിരുന്നു. ഉണ്ടായിരുന്ന ബാങ്ക് വരുമാനം ഇല്ലാതായതോടെ ജോലിക്കാരി വരാതാവുകയും പരിസരവാസികൾ നൽകുന്ന ആഹാരത്തിൽ ജീവിച്ചു വരികയുമായിരുന്നു. രവീന്ദ്രനാഥിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ കൗൺസിലർ അന്ന് തന്നെ ഗാന്ധിഭവനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാനായി ആംബുലൻസുമായി വരികയും വിവരമറിഞ്ഞെത്തിയ ഇരവിപുരം സ്വദേശിയായ മകൻ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് നിലപാടെടുക്കുകയുമായിരുന്നു. സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയത്താലായിരുന്നു തടസ്സം നിന്നത്. തുടർന്ന് അച്ഛനെ നോക്കാമെന്നേറ്റ മകൻ 4 ദിവസം കഴിഞ്ഞ് സ്ഥലം വിടുകയായിരുന്നു. നിലവിൽ പ്രായാധിക്യത്തിൽ അവശനായ അദ്ദേഹം വീടിനകത്ത് തന്നെ മലമൂത്ര വിസർജനം ഉൾപ്പെടെ നടത്തുന്ന ദയനീയ അവസ്ഥയിലാവുകയും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ട് പരിസരവാസികളും കൗൺസിലർ TG ഗിരീഷും പലതവണ മക്കളെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിട്ടും മക്കൾ തയ്യാറാകാതെ നിർദാക്ഷിണ്യത്തിലാണ് പെരുമാറിയത്. നാട്ടുകാരും കൗൺസിലറും പോലീസ് സ്റ്റേഷനിലടക്കം പരാതി നൽകിയിട്ടും മക്കളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ പോലും പോലീസ് തയ്യാറാക്കാത്തതിനെ തുടർന്ന് ഡിവിഷൻ കൗൺസിലറും സ്ഥലവാസിയായ അനന്തകൃഷ്ണനും കൂടി ചാനലുകളിൽ വിവരമറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ ദയനീയാവസ്ഥ പുറം ലോകം അറിയുകയുമായിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പത്തനാപുരം ഗാന്ധിഭവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകനും കരുനാഗപ്പള്ളി സ്വദേശിയുമായ ശ്രീ സിദ്ദീഖ് മംഗലശ്ശേരി പ്രശ്നം ഗാന്ധിഭവനിൽ അറിയിച്ചതോടെയാണ് വിഷയത്തിൽ പരിഹാരമുണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വാർത്ത പ്രചരിക്കുന്ന കണ്ട് നമ്മളത് ശ്രദ്ധാപൂർവം നോക്കുകയും അപ്പോൾ ഇവിടുത്തെ കൗൺസിലറിൻ്റെ സംഭാഷണവും അതുപോലെ ഇവിടെ കൂടിയ ആൾക്കാരുടെയൊക്കെ കൗൺസിലർ ഗിരീഷ് അദ്ദേഹത്തിൻ്റെ സംഭാഷണവും എല്ലാം നമ്മൾ കേട്ടു. ഇവിടുത്തെ ഈ പരിസരവാസികളുടെ സംഭാഷണവും എല്ലാം നമ്മൾ കേട്ടു. പക്ഷേ സമൂഹത്തിൻ്റെ ഉന്നത നിലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് മക്കളെന്ന് അറിയാൻ കഴിഞ്ഞതിൽ നമുക്ക് അതിയായ വിഷമമാണ്. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ എന്തുകൊണ്ട് സ്വന്തം പിതാവിനെ ഇത്രയും ദാരുണമായ അവസ്ഥയിൽ. തുടർന്ന് കൗൺസിലർ മക്കൾക്കെതിരെ നൽകിയ പരാതിയിൽ കിളികല്ലൂർ പോലീസ് FIR ഇട്ട് കേസെടുക്കുകയും രവീന്ദ്രനാഥിനെ ഇന്ന് ഉച്ചയോടെ ഗാന്ധിഭവൻ ഏറ്റെടുക്കുകയുമായിരുന്നു. ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജിൻ്റെ നിർദ്ദേശപ്രകാരം നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ, PRO ഷിബു റാവുത്തർ, കോർഡിനേറ്റർ സിദ്ദീഖ് മംഗലശ്ശേരി എന്നിവർ, സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് സീനിയർ സൂപ്രണ്ട് അജില ലെസ്, ജൂനിയർ സൂപ്രണ്ട് ഷിബിൽ, ഫീൽഡ് റെസ്പോൺസ് ഓഫീസർ വീണ മോഹൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വയോധികനെ ഏറ്റെടുത്തു. ജീവകാരുണ്യ പ്രവർത്തകരായ ഹാഫിസ് ഷെഫീഖ് ജൗഹരി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV അജിത്, ഗാന്ധിദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് MV ഹെൻറി, കോൺഗ്രസ് ഡിവിഷൻ പ്രസിഡന്റ് ഷാജി, യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്യാം മോഹൻ, ജോസ് ബാബു, ഗാന്ധിഭവൻ അധികൃതർ, വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഓൺലൈൻ ചാനലുകളുടെ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.